ഹായ് ഓൾ, നമ്മളിന്ന് സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ചിക്കനിൽ ആദ്യമേ തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലകൾ, ചിക്കൻ മസാല, പെരിഞ്ചീരകം, പട്ട എല്ലാം കൂടെ കുറച്ച് തൈരും കൂടെ ചേർത്ത് 1-2 മണിക്കൂറായിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇത് നമ്മൾ കറി പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പെട്ടെന്നാണ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ അത് തന്നെ എടുത്ത് നമ്മൾ മസാല എല്ലാം കൂടെ പുരട്ടി വെച്ചതാണ്. 1 കപ്പ് എന്ന കണക്കിന് നമുക്ക് വെള്ളം ചേർത്തിട്ടതിന് ശേഷം മസാലകളൊന്ന് ചേർത്ത് കൊടുക്കും. പിന്നെ പാകത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യോ ഡാഡയോ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതാണ് ഇന്ന് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിനെയൊന്നും നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഒരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ആ ഓയിൽ തന്നെയാണ് നമ്മൾ വാട്ടിയെടുക്കുന്നത്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. പാകത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതി. അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പം പെട്ടെന്നൊന്ന് വാടി കിട്ടും. ഇപ്പം നമ്മുടെ അരി കഴുകി ഒരു അരമണിക്കൂർ നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്ത അരിയാണ്. അത് നമ്മളൊന്ന് ഊറ്റി വാരിയതിന് ശേഷം സ്റ്റെയിനറിലോട്ട് ഊറ്റിയതിന് ശേഷം നമ്മൾ വന്ന വെള്ളത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി സവാള വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലയും ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ല കിടു രുചിയിലുള്ള ഒരു ചെറിയ ബിരിയാണിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ചോറിപ്പം കുക്കായി വന്നിട്ടുണ്ട്. കുക്കായ ചോറിൽ നിന്ന് നമ്മൾ പകുതി ഭാഗം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ദം ചെയ്യാനായിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ചോറും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നെയ്യിൽ വാട്ടി വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂവും കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് ബിരിയാണി മസാലയും കൂടി ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് മല്ലിയിലയും പുതിനയിലയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കിടു രുചിയിലുള്ള ഒരു ബിരിയാണിയാണ്. നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ.